ഓരോ യാത്രയും അങ്ങനെയാണ്. നനച്ചിരിക്കാതെ എങ്ങോട്ടോ ആരോ വിളിക്കുന്ന പോലെ ഒരു വിളി കേട്ട് ഒരു യാത്ര നടത്തി ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ പിന്നെ നമ്മുടെ തറവാട്ടിലേക്ക്, അമ്മ വീട്ടിലേക്ക് ചെന്നതുപോലെ ഒരാഘോഷമാണ്. തൊടിയിലെ നെല്ലിക്ക പറിക്കാം, തെച്ചിപ്പഴം പറിച്ചു തിന്നാം. അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെയും നമുക്ക് നൽകുന്ന തറവാട് പോലെയാണ് ഈ ഓരോ യാത്രകളും. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിന് അടുത്തുള്ള പാലരുവി എന്ന വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ കാണാനാണ്. തിരുവിതാംകൂർ രാജഭരണകാലവുമായി ബന്ധപ്പെട്ട ഒരു സുവർണ ഏട് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഒരു റിജുവിനേറ്റിംഗ് ബാത്തിനു വേണ്ടി ആയുർവേദിക് വാട്ടർഫാൾസ് എന്ന് അറിയപ്പെടുന്ന ഈ വെള്ളച്ചാട്ടത്തിൽ ഒന്ന് കുളിച്ചു കയറിയാൽ നാം ആകെ മാറുന്ന പോലെ, പ്രസരിക്കുന്ന ആരോഗ്യത്തിൻ്റെ ഒരു സാന്നിധ്യം അറിയാൻ കഴിയുന്ന പോലെ എന്ന് പലരുടെയും അനുഭവം. ഏകദേശം 91 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ഇവിടെ വെള്ളമൊഴുകി താഴേക്കെത്തുന്നത്, പാലുപോലെ. അവിടെ എത്തുമ്പോഴേക്ക് തന്നെ ധാരാളം വണ്ടികൾ പാർക്കിംഗ് ഏരിയയിൽ കാണാൻ കഴിഞ്ഞു. അവിടെ പ്രൈവറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ബസ്സിൽ പാലരുവിയിലേക്ക് നമുക്ക് യാത്ര പോകാനാകും. ഇന്നൊരു അവധി ദിവസമല്ല. അവധി ദിവസമല്ലാത്തൊരു ദിവസം നോക്കി വന്നിട്ട് കൂടി ഇവിടെ നല്ല തിരക്കാണ്. ടിക്കറ്റ് എടുത്തു, ബസ്സിൽ കയറി. പിന്നെ തേക്കുമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വനത്തിലൂടെയാണ് യാത്ര. ആ യാത്ര ചെന്നവസാനിക്കുന്നത് പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ പാർശ്വത്തിലേക്കാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊരു നല്ല കാര്യമായി തോന്നി. അല്ലെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങൾ, ബൈക്കുകൾ ഇവയൊക്കെയും ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വല്ലാത്ത തിരക്കായി പോയേനെ. പകരം മനോഹരമായൊരു പാർക്കിംഗ് ഏരിയ, ഇഷ്ടംപോലെ വണ്ടികളിടാനുള്ള സൗകര്യം അവിടെയുണ്ട്. നല്ല ഒരു ബസ് തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ വിൻഡോയിലൂടെ നമുക്ക് കാട് നന്നായി ആസ്വദിച്ച് പോകാൻ പറ്റും. ഈ വാഹനത്തിൽ നിറയെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരായിരുന്നു. കാരണം ഈ സ്ഥലം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമമാണ്. മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടം വരെ വന്നിരുന്നല്ലോ, ഓർക്കുന്നുണ്ടാവും. 13 കണ്ണറ പാലം. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 2-2.25 മണിക്കൂറത്തെ യാത്രയുണ്ട് ഇവിടെ എത്താൻ. ഞാൻ ഒരു പതിയെ പോക്കുകാരനായതുകൊണ്ടാണോ എന്നറിയില്ല, ഗൂഗിളിൽ 1.5 മണിക്കൂർ ആണ് യാത്രാ ടൈം കൊടുത്തിരിക്കുന്നത്. കുട്ടിക്കാലം മുതലേ സൈഡ് സീറ്റിലിരുന്ന് വാഹനയാത്ര ചെയ്യാനാണ് എനിക്കിഷ്ടം, പ്രത്യേകിച്ച് ബസ്സുകളിൽ. നാം ഇവിടെ എത്തിയേട്ടോ. പാലരുവി എന്ന് പറയുന്ന മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കണ്ട് മടങ്ങുന്നവരുണ്ട്. കുളി കഴിഞ്ഞ് സ്വയം ആരോഗ്യം നേടിയെടുത്തവരുണ്ട്. എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഈ വാട്ടർ ബാത്ത് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന്. പാവം ഒരു വാനരൻ്റെ കുട്ടി ഇവിടെ ഇരുന്ന് എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടോ? താഴെ കിടന്ന ഒരു പ്ലാസ്റ്റിക് അവൻ കടിച്ചു പറിച്ച് തിന്നുകയാണ്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ നാം പ്ലാസ്റ്റിക്കുകളൊന്നും താഴേക്ക് വലിച്ചെറിയാതിരിക്കുക. ഇവർ എത്ര നിഷ്കളങ്കരാണ്. അവർക്കറിയാമോ ഇതിൻ്റെ വിപത്ത് എന്താണെന്ന്? ബിസ്ക്കറ്റ് കവറാണെന്ന് തോന്നുന്നു. വളരെ ദൂരെയാണ്. ഞാൻ സൂം ചെയ്ത് എടുത്ത ഒരു വിഷ്വലാണ്. ആൾക്കാർ കമൻ്റ് ചെയ്യും എന്തുകൊണ്ട് അതിനെ തട്ടിപ്പറിച്ച് കളഞ്ഞില്ല എന്ന്. ഇവൻ അങ്ങ് അകലെ മരക്കൊമ്പത്തിരുന്നാണ് ഇത് ഭക്ഷിക്കുന്നത്. എൻ്റെ കാഴ്ചയിൽ പെട്ടപ്പോൾ എൻ്റെ ക്യാമറ കണ്ണ് അവിടേക്ക് തിരിഞ്ഞു എന്ന് മാത്രം. എവിടെ പോകുമ്പോഴും ഇങ്ങനെ പ്രകൃതിയുമായി സംവദിക്കുന്ന കാഴ്ചകളെ ഞാൻ തിരയാറുണ്ട്. അത് കിട്ടുകയും ചെയ്യും. ഞാനിവിടെ വന്നപ്പോൾ മനോഹരമായ ഒരു കൃത്രിമ വെള്ളച്ചാട്ടം അവർ ഒരുക്കിയിട്ടുണ്ട്.
ഇങ്ങനെ ഡിസൈൻ ചെയ്ത ഒരു പാലവും. ഞാൻ കരുതി അതുവഴിയാണ് പുറത്തേക്ക് പോവേണ്ടതെന്ന്. അങ്ങനെയാണ് ഞാൻ അവിടെ കയറിയത്. അത് ഒരു ചെറിയ കഫ്തേരിയയാണ്. അത്യാവശ്യം വെള്ളമോ ചെറിയ സ്നാക്സോ ഒക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാനും കഴിയും. ഈ യാത്രയിലുടനീളം ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതി, എല്ലാ യാത്രകളിലും കാണുന്ന പോലെ തന്നെ പ്രകൃതിയെ വളരെ അടുത്ത് നമുക്കറിയാനാകും എന്നുള്ളതാണ്. ശരിക്കും കല്ലുകളും മുള്ളുകളും ഒക്കെ നിറഞ്ഞ ഒരു കാനന യാത്ര തന്നെയാണ് ഇത്. നാം ശബരിമലയിലേക്ക് പോകുമ്പോൾ കാണുന്ന പോലുള്ള ഒരു പ്രകൃതി ആണ് എന്ന് എനിക്ക് തോന്നി. ഒരു ചരിത്ര കാലഘട്ടത്തിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഒരു കുതിരലായം നമുക്കവിടെ കാണാൻ പറ്റും. ഈ സ്ഥലത്തേക്ക് കൊട്ടാരത്തിൽ നിന്ന് രാജാവും പരിവാരങ്ങളും സന്ദർശനത്തിന് എത്തുമ്പോൾ അവരുടെ കുതിരകളെ കെട്ടിയിരുന്ന ഒരു സ്ഥലമാണത്രേ. പണ്ടൊരിക്കൽ ഈ നദിയിൽ വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി. അന്ന് ഇതൊക്കെ ഒലിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏതാണ് നദി എന്ന് എൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായി. കല്ലടയാറിൻ്റെ ഉത്ഭവമാണ് പാലരുവി. സഖ്യൻ്റെ മകളാണവൾ. തെന്മല റേഞ്ചിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. 91 മീറ്ററാണ് പാലരുവി വാട്ടർഫാളിൻ്റെ ഹൈറ്റ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ പ്രത്യേകം ബാത്തിങ് കടവുകളുണ്ട് കേട്ടോ. ഫാമിലിക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി, അങ്ങനെ വേറിട്ട കടവുകളാണ്. ഇവിടുത്തെ കുളിക്ക് ഒരു നിയമമുണ്ട്. സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ധാരാളം ഗൈഡ്സ് നിൽപ്പുണ്ട്. അവർ നമ്മെ അതിനുവേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നല്ല തിരക്കുണ്ട്. ധാരാളം ആൾക്കാർ കുളി കഴിഞ്ഞ് തിരിച്ചു പോരുന്നുണ്ട്. മറ്റു ചിലർ കുളിക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. എനിക്കറിയില്ലായിരുന്നു പാലരുവിക്ക് ഇങ്ങനെ ഈ കുളിയുമായി വലിയ ഒരു ബന്ധം ഉണ്ട് എന്ന്. ധാരാളം പേർ അത് അറിഞ്ഞു തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം കിട്ടുമത്രേ. കാരണം സഖ്യൻ്റെ മലനിരകളിൽ തട്ടി ഒഴുകിയെത്തുന്നതാണ് ഓരോ തുള്ളി ജലവും. അതിന് ആയുർവേദ ശാസ്ത്രത്തിൻ്റെ വിധിപ്രകാരമുള്ള റിജുവിനേറ്റിംഗ് പവർ ഉണ്ട്. ഇത് ദൂരെ നിന്ന് സൂം ചെയ്ത് എടുത്ത ഒരു കാഴ്ചയാണ്. അത്ര ദൂരെ നിന്ന് തന്നെ ഇതിന് വളരെ ഭംഗിയാണ്. പാലരുവി വെള്ളച്ചാട്ടത്തിലാണ് നമുക്കതിൻ്റെ ഏറ്റവും അടുത്ത് ചെന്നെത്താൻ ആവുക. പാലരുവിയുടെ ഭംഗി മറ്റൊരു തടസ്സവുമില്ലാതെ നിന്ന് നമുക്ക് ആസ്വദിക്കാനാകും. അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു വാച്ചിങ് ടവറാണിത്. അത് രാജഭരണകാലത്ത് തയ്യാറാക്കിയതാണ്. ഇടതുവശം ചേർന്ന് ഈ പടിക്കെട്ട് കയറിപ്പോയാൽ നമുക്ക് പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ മുകളറ്റത്ത് നിന്ന് പാലരുവി വെള്ളച്ചാട്ടത്തെ നേരിട്ട് വീക്ഷിക്കാനാകും. നമ്മൾ ആദ്യം അങ്ങോട്ടാണ് പോകുന്നത്. വളരെ ആയാസരഹിതമായി മുകളിലേക്ക് ചെന്നെത്താവുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന പടിക്കെട്ടുകളാണെല്ലാം. ഇവിടെ നിന്ന് പാലരുവിയെ നമുക്ക് ഇങ്ങനെ കാണാനാകും. എത്ര ഭംഗിയാണ് ഈ പാലരുവി! ഒന്ന് കണ്ടു നോക്കൂ. സ്വർഗതുല്യമായി തോന്നുന്ന ഒരു കാഴ്ച. വളരെ മനോഹരമായി പാലുപോലെ നുരഞ്ഞ് പതഞ്ഞ് താഴേക്ക് ഒഴുകുന്നത് കാണാം. അങ്ങ് താഴെ ധാരാളം പേർ ഉറുമ്പ് പോലെ, അത്രയേ ഉള്ളൂ കാഴ്ചയ്ക്ക്.
നിന്ന് കുളിക്കുന്ന കണ്ടോ? നമുക്ക് അവിടേക്ക് പോകണം. ഇതാണ് പാലരുവിയുടെ പാർശ്വം. വളരെ സുരക്ഷിതമായി നിന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്ന് തോന്നുന്നുണ്ട്. ധാരാളം പേർ അവിടെ കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാനാകും. മുൻപേ ഇറങ്ങി നിൽക്കുന്നവരുടെ ധൈര്യത്തിൻ്റെ ചുവട് പിടിച്ചാണ് വീണ്ടും വീണ്ടും ആൾക്കാർ അവിടേക്ക് ഇറങ്ങുന്നത്. സുരക്ഷിതമാണ് എന്ന് തന്നെ പറയാം. മുകളിൽ 2-3 ഗൈഡുണ്ട്. അവർ നിശബ്ദമായി നോക്കി നിൽക്കുന്നുണ്ട്. അവിടുത്തെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. ഞാൻ എവിടെയും പോയി വെള്ളത്തിൽ ചാടി ഇറങ്ങുന്ന ഒരാളല്ല കേട്ടോ. എനിക്ക് വെള്ളത്തെ പേടിയാണ്. പക്ഷേ ഇത്തവണ ഞാനും എൻ്റെ ഊഴത്തിനായി കാത്തു നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തിരക്കൊഴിഞ്ഞു. ഞാനും ആ വെള്ളത്തിൽ നന്നായൊന്ന് കുളിച്ചു. എന്തൊരു സുഖമാണെന്നറിയാമോ? നല്ല തണുത്ത വെള്ളം. കുളി കഴിഞ്ഞ് കരയിലേക്ക് കയറി വരുമ്പോൾ വല്ലാത്ത ഉന്മേഷമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗൈഡിൻ്റെ നിർദ്ദേശമുണ്ട്. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുതെന്നൊക്കെ. നാം അത് അനുസരിക്കണം. കാരണം അവർ നമുക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് ഓർക്കണം. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവരോട് കയർക്കാൻ നിൽക്കും. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. അവരുടെ ദേഷ്യം നമ്മളോടുള്ള ദേഷ്യമല്ല, നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണിത ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. അത് ആ സമയത്തേക്ക് മാത്രവുമാണ്. അതുകൊണ്ട് ഇതുപോലുള്ള സ്ഥലത്തേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ നമ്മെ സഹായിക്കാൻ നിൽക്കുന്നവരോട് കലഹിക്കാതിരിക്കുക. ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരു വ്യൂ പോയിൻറ്റിലേക്ക് പോകാനാവും. ആ വ്യൂ പോയിൻ്റാണ് പാലരുവിയുടെ യഥാർത്ഥ സ്വഭാവത്തെ നമ്മെ ധരിപ്പിക്കുന്ന ഒന്ന്. അത് താഴെ വലതുവശത്തേക്ക് കെട്ടിയിരിക്കുന്ന ഈ പാലത്തിലൂടെയാണ് പോവേണ്ടത്. പാലരുവിയുടെ ഏറ്റവും താണ ഭാഗത്ത് അടുത്തു നിന്നുള്ള കാഴ്ച കാണാൻ വന്ന് നിൽക്കുന്നവരാണ്. ധാരാളം കുട്ടികളും സ്ത്രീകളും കൂട്ടത്തിലുണ്ട്. അവിടെ കുളിക്കുന്നവരൊക്കെയും പുരുഷന്മാരാണ്. എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് അവിടെ ഇറങ്ങി കുളിക്കാനുള്ള പെർമിഷൻ നൽകുന്നില്ല എന്ന്. അതിന് താഴെയാണ് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. അല്പവും അപകടമില്ലാത്ത
ഒരു സ്ഥലത്ത്. കാഴ്ചകളുടെ ഭംഗി കണ്ട് നാം തിരികെ പോകുമ്പോൾ ആ പ്രകൃതി തന്ന ഒരു ആരോഗ്യമുണ്ട്. അത് ശാരീരിക ആരോഗ്യത്തിനപ്പുറം മാനസിക ആരോഗ്യമാണ്. നല്ല കാഴ്ചകൾ കാണുമ്പോൾ അങ്ങനെയാണ്. നാം ഒന്നുകൂടി പുനർജനിച്ച പോലെ നമുക്കൊരു തോന്നലുണ്ടാവും. താഴെ എത്തിയപ്പോഴേക്ക് പുതിയ സംഘത്തെയുമായി വന്ന ബസ് അവിടെ കിടപ്പുണ്ട്. അതിൽ കയറി ഞാൻ തിരികെ പോവുകയാണ്. തിരിച്ചുള്ള യാത്രയിൽ എൻ്റെ വാഹനത്തിൽ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച ആ കാഴ്ച പിന്നെയും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഒരിക്കലും നാം പ്ലാസ്റ്റിക് പ്രകൃതിയിലേക്ക് വലിച്ചെറിയരുത്. നാം എന്തൊക്കെ നേടിക്കഴിഞ്ഞാലും എത്ര മാളികകൾ വെച്ചാലും നമ്മുടെ തറവാട്ടിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യവും സന്തോഷവും. ഇനിയും എന്തെങ്കിലും അവസരം കിട്ടിയാൽ വീണ്ടും ഈ സ്ഥലത്തേക്ക് വരണം. കൂടുതൽ സമയം ആ സ്ഥലത്ത് സ്പെൻഡ് ചെയ്യണം എന്ന ആഗ്രഹവുമുണ്ട്. അങ്ങനെ കണ്ട് കൊതി തീരാത്ത മനസ്സുമായി നാം ഇന്ന് മടങ്ങിപ്പോവുകയാണ്. കാലം അങ്ങനെയാണ്. ചിലത് നമ്മിൽ നിന്ന് മിസ്സാക്കും. സ്നേഹം, കരുണ, വാത്സല്യം ഇതൊക്കെ നമുക്ക് നഷ്ടമാകുന്നത് നാം ഒരിക്കൽ അറിയുന്നത് അങ്ങനെയാണ്. തറവാടിൽ നിന്ന് നാം വേറിട്ട് പോകുമ്പോൾ. ഈ കാഴ്ചകളെ മനസ്സിലേറ്റുമ്പോൾ, നെഞ്ചിലേറ്റുമ്പോൾ ഒരു വിശ്വസ്നേഹത്തിൻ്റെ മാനവികതയുടെ വക്താവായി മാറാൻ നമുക്ക് കഴിയട്ടെ. പ്രകൃതിയുമായി സമന്വയിച്ചുള്ള ഒരു ജീവിതത്തിന് താളമൊരുങ്ങട്ടെ. ഇത്ര നേരം കൂടെ വന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം.